ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് ഞാൻ. അത് ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. പിന്നെ വലിയ ഉള്ളി, ഒരു 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം, കുനുകുനാ അരിഞ്ഞെടുക്കാം. ഒരു കഷ്ണം തക്കാളി എടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കാം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി ഒന്ന് വറുത്ത് കോരാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഈ ഒരു കളറാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള മസാലകൾ, ചിക്കൻ മസാല ഇട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതുപോലെ ഒന്നായിട്ട് അതൊന്ന് നമുക്ക് ചൂട് തണയാൻ വയ്ക്കാം. നമ്മൾ വേവിച്ചെടുത്ത് ഉള്ളിയും കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഉടച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ആവശ്യമുണ്ട്. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ബ്രെഡ് വേണം, അത് ഇതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ വയ്ക്കാം പൊടിയായിട്ട്. നമ്മൾ ലാസ്റ്റാണ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉടച്ച് വെച്ചതൊക്കെ കൂടെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ടിലോ ഓവൽ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കോഴിമുട്ടേൻ്റെ ഇതിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ പൊടി നന്നായിട്ട് ഒന്ന് അതിൽ ഒപ്പിയെടുക്കാം. എല്ലാം ഒരുമിച്ച് വെച്ച് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു. ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്നായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തു. ഏകദേശം ഈ ഒരു കളറൊക്കെ ആയിട്ട് മതി. നമുക്കിത് കോരിയെടുക്കാം. അടുത്ത് ഇട്ട് കൊടുത്തു. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സോസ് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.